Hi all. Today we are discussing exercise 1.2 from the chapter Real Numbers. First question, it is prove that root 5 is irrational. Root 5 irrational ആണെന്ന് തെളിയിക്കണം. നമ്മൾ ഓൾറെഡി റൂട്ട് 3 റൂട്ട് 2 അതൊക്കെ ഇറാഷണൽ ആണെന്നുള്ളത് പഠിച്ചതാണ്. ഇതിൻ്റെ അകത്ത് ഇനിയുള്ളത് റൂട്ട് 5 ഇറാഷണൽ ആണെന്ന് തെളിയിക്കാൻ പോകും. ഇപ്പോൾ റൂട്ട് 5 ഇറാഷണൽ ആണെന്ന് തെളിയിക്കാനായിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ അസംഷൻ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ റൂട്ട് 5 എന്താണെന്ന് എടുക്കുക, റാഷണൽ ആണെന്ന് എടുക്കുക. ഏതൊരു റാഷണൽ നമ്പറിനെ നമുക്ക് എന്ത് ഫോമിൽ എഴുതാൻ പറ്റും, എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റും. എയും ബിയും എന്തായിരിക്കും, കോപ്പറേറ്റ് നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ HCF എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ എയും ബിയും കോപ്പറേറ്റ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഈ ബീനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് എത്രയായിട്ട് മാറും, റൂട്ട് 5 ആയിട്ട് മാറും. ബി ഇൻറ്റു റൂട്ട് 5 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് 5 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡ് എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് 5ൻ്റെ സ്ക്വയർ 5 കിട്ടും, ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ കിട്ടും, എയുടെ സ്ക്വയർ എ സ്ക്വയർ കിട്ടും. അപ്പോൾ 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇതിൻ്റെ അർത്ഥം എന്താ, 5 ഡിവൈഡ്സ് എ സ്ക്വയറും ആണ്, 5b സ്ക്വയറും എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യും. പക്ഷെ നമുക്ക് ഈ 5ൻ്റെ മാത്രം മതി, 5 ഡിവൈഡ്സ് എ സ്ക്വയർ എന്നുള്ളത് മാത്രം മതി. പക്ഷെ 5 ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 5 ഡിവൈഡ്സ് എ ഓൾസോ. അപ്പോൾ 5 എ സ്ക്വയറിനെ ഡിവൈഡ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാണെങ്കിൽ എ ഡിവൈഡഡ് ബൈ 5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 5 ഡിവൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ നമ്പർ ഇൻറ്റു 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എ നമുക്ക് 5 ഇൻറ്റു എ നമ്പറിന് എഴുതാൻ പറ്റും, 5c എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഈ എ ഈക്വൽ ടു 5c എന്നുള്ള വാല്യൂ നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, 25c സ്ക്വയറിന് കിട്ടും. 5ൻ്റെ സ്ക്വയർ 25, സിയുടെ സ്ക്വയർ c സ്ക്വയർ. ഇതിൽ നിന്ന് ഈ 25ഉം 5ഉം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 5c സ്ക്വയറിന് കിട്ടും. ഇതിൻ്റെ അർത്ഥം എന്താ, ഈ 5 ഡിവൈഡ്സ് ബി സ്ക്വയർ ആണ്. അപ്പോൾ വീണ്ടും നമുക്ക് എഴുതാൻ പറ്റും 5 ഓൾസോ ഡിവൈഡ്സ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 5 ഡിവൈഡ്സ് എ എന്നും കിട്ടി, ഇവിടെ 5 ഡിവൈഡ്സ് ബി എന്നും കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് ആരുണ്ട്, 5 ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തേക്കണ എന്താ, എക്കും ബിക്കും കോമൺ ആയിട്ട് ആര് മാത്രമേ വരാമുള്ളൂ, 1 മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മളെടുത്ത ഫാക്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കും ബിക്കും നോ കോമൺ ഫാക്ടർ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരും. ഇത് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം നമ്മളെടുത്ത അസംഷൻ തെറ്റായിട്ടാണ്. റൂട്ട് 5 ഈസ് റാഷണൽ എന്ന് പറയുന്ന അസംഷൻ തെറ്റായതുകൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് 5 എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും, ഇറാഷണൽ ആണെന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 3 പ്ലസ് റൂട്ട് 5 ഈസ് ഇറാഷണൽ. 3 പ്ലസ് റൂട്ട് 5 ഇറാഷണൽ ആണെന്ന് തെളിയിക്കണം. അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 3 പ്ലസ് 2 റൂട്ട് 5 റാഷണൽ ആണെന്ന് എടുക്കുക. റാഷണൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ഫോമിൽ എഴുതാൻ പറ്റും, എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റും. ഇനി പ്ലസ് 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. പ്ലസ് 3 അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, മൈനസ് ബി ആയിട്ട് മാറും. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഇൻറ്റു 1 എന്ന് പറയുന്ന എ കിട്ടും, ബി ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 3b കിട്ടും. അപ്പോൾ എ മൈനസ് 3b ഡിവൈഡഡ് ബൈ ബി എന്ന് കിട്ടും. ഇനി ഇൻറ്റു 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് എന്തിലേക്ക് പോകും, ഡിവൈഡഡ് 2 ആയിട്ട് മാറും. അപ്പോൾ എ മൈനസ് 3b ഡിവൈഡഡ് ബൈ 2b എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു റാഷണൽ നമ്പറാണ് വരുന്നത്. കാരണം എയും ബിയും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് എ മൈനസ് 3b ബൈ 2b എന്ന് പറയുന്ന റാഷണൽ ആണ്. ഇത് റാഷണൽ ആണെങ്കിൽ റൂട്ട് 5 എന്ത് തന്നെയാണ്, റാഷണൽ ആണ്. ഈക്വൽ ടുവിൻ്റെ അർത്ഥം അതിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. പക്ഷേ ഇവിടെ രണ്ടും ഈക്വൽ അല്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് റൂട്ട് 5 എന്ന് പറയുന്നത് ഏതാണ്, റാഷണൽ ആണ്. ഇത് കോൺട്രഡിക്ഷൻ ആയി. കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താ, നമ്മൾ 3 പ്ലസ് റൂട്ട് 25നെ റാഷണൽ എന്ന് എടുത്തത് കൊണ്ടാണ് അത് കോൺട്രഡിക്ഷൻ ആയിട്ട് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് ആർ ഇറാഷണൽ. ഇത് ഇറാഷണൽ ആണെന്ന് തെളിയിക്കണം. ഇപ്പോൾ 1/√2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണെന്ന് തെളിയിക്കണം. അത് ഇറാഷണൽ ആണെന്ന് തെളിയിക്കാൻ എന്ത് ചെയ്യാം, നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. 1/√2 എന്ന് പറയുന്നത് റാഷണൽ ആണെന്ന് എടുക്കുക. 1/√2 റാഷണൽ ആണെന്ന് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റും. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ √2 എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാൻ പറ്റും, ബി ബൈ എ ആയിട്ട് എടുക്കാൻ പറ്റും. √2 എന്ന് പറയുന്നത് ബി ബൈ എ ആകുമ്പോൾ ഇതെന്ന് പറയുന്നത് ഏതാണ്, റാഷണൽ ആണ്. ഇത് റാഷണൽ ആണെങ്കിൽ ഇതും എന്താവണം, റാഷണൽ ആയിരിക്കണം. പക്ഷെ √2 എന്ന് പറയുന്നത് എന്താണ്, റാഷണൽ ആണ്. അപ്പോൾ ഇത് എന്തായിട്ട് മാറി, ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് വന്നു. ഈ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താ, √2 റാഷണൽ ആണ് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ √2 എന്ന് പറയുന്നത് എന്താണ്, റാഷണൽ ആണ് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7√5. 7√5 ഇറാഷണൽ ആണെന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ ഇവിടെ എന്തെടുക്കുക, 7√5നെ എ ബൈ ബി എന്ന് എടുക്കുക. അപ്പോൾ √5 എന്ന് പറയുന്നത് ഇൻറ്റു 7 താഴോട്ടേക്ക് വരുമ്പോൾ
ഡിവൈഡഡ് ബൈ 7 ആണ്. അപ്പോൾ a/7b ഇതും ഇൻറ്റീജർ ആണ്, ഇതും ഇൻറ്റീജർ ആണ്. അപ്പോൾ ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ റാഷണൽ ആണ്. ഇത് റാഷണൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് റാഷണൽ ആണെന്ന് കിട്ടണം. പക്ഷേ ഇതെന്താണ്, റാഷണൽ ആണ്. അപ്പോൾ അത് കോൺട്രഡിക്ഷൻ ആണ്. ഇവിടെയും കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താ, 7√5 നമ്മൾ എന്തായിട്ട് എടുത്തു, റാഷണൽ ആയിട്ട് എടുത്തുകൊണ്ടാണ് ഇവിടെ കോൺട്രഡിക്ഷൻ വന്നത്. ഇനി അടുത്ത കേസിൽ 6+√2 എന്ന് പറയുന്നത് റാഷണൽ ആണെന്ന് തെളിയിക്കാം, ഇറാഷണൽ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ 6+√2 റാഷണൽ ആണെന്ന് തെളിയിക്കാൻ നമ്മൾ എന്തെടുക്കുക, നേരെ ഓപ്പോസിറ്റ് എടുക്കുക, അത് റാഷണൽ ആണെന്ന് എടുക്കുക. എന്നിട്ട് ഈ +6 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. എപ്പോഴും റൂട്ടിൻ്റെ വാല്യൂ ഒറ്റയ്ക്ക് നിർത്താൻ നോക്കുക. അപ്പോൾ +6 അപ്പുറത്തേക്ക് ആകുമ്പോൾ -6 ആവും. ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, a-6b ഡിവൈഡഡ് ബൈ 6b എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇത് റാഷണൽ ആണ്, ഇത് ഇറാഷണൽ ആണ്. അപ്പോൾ വീണ്ടും കോൺട്രഡിക്ഷൻ വന്നു. അതിൻ്റെ കാരണം നമ്മൾ √2നെ റാഷണൽ എടുത്തുകൊണ്ടാണ്. അപ്പോൾ √2 എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ ഈ ഇവിടെ 6+√2 റാഷണലാണ് എടുത്തേക്കണം. അതിന് പകരം നമ്മൾ എന്തെടുക്കണം, 6+√2നെ ഇറാഷണൽ ആയിട്ട് നമ്മൾ എടുക്കണം. അതാണ് നമുക്കിടയിൽ എക്സസൈസ് ഇതാണ് അതിനത്. ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷെ എക്സാമിന് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു പ്രശ്നമാണ് √2 + √3 എന്ന് പറയുന്നത് എന്താണെന്ന് തെളിയിക്കണം, ഇറാഷണൽ ആണെന്ന് തെളിയിക്കണം. എങ്ങനെയാണ് നമ്മൾ √2 + √3 എന്ന് പറയുന്നത് ഇറാഷണൽ ആണെന്ന് തെളിയിക്കുന്നത്? അപ്പം അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എനിക്ക് പ്രൂവ് ദാറ്റ് √2 + √3 ഈസ് ഇറാഷണൽ. അപ്പോൾ ഇതിന് എന്തെടുക്കുക, നേരെ ഓപ്പോസിറ്റ് എടുക്കുക. √2 + √3 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക, റാഷണൽ ആയിട്ട് എടുക്കുക. അപ്പോൾ √2 + √3 റാഷണൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, √2 + √3 എന്ന് പറയുന്നത് റാഷണൽ ആകുമ്പോൾ √2 + √3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, a/b ഫോമിൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെ സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ √2 + √3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ a/b സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, a²/b² എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ a+b ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അറിയാലോ. a+b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a² + 2ab + b². അതുപോലെ തന്നെ ഇത് കൊടുക്കുക. അപ്പോൾ ഇത് വരുമ്പോൾ √2² + 2√2 × √3 + √3² ഈസ് ഈക്വൽ ടു a²/b². അപ്പോൾ √2ൻ്റെ സ്ക്വയർ 2, √3യുടെ സ്ക്വയർ 3 പ്ലസ് 2√6 ഈസ് ഈക്വൽ ടു a²/b². ഇനി 2 + 3 എന്ന് പറയുന്നത് 5 ആണ്. 5ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ 2√6 ഈസ് ഈക്വൽ ടു a²/b² -5 എന്ന് പറ്റും. ഇതിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും, 2√6 ഈസ് ഈക്വൽ ടു a² - 5b² ഡിവൈഡഡ് ബൈ b². ഈ 2നെ താഴോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, a² - 5b² ഡിവൈഡഡ് ബൈ 2b² എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്, ഇത് ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ ആണ്, അപ്പോൾ റാഷണൽ ആണ്. √6 എന്ന് പറയുന്നത് എന്തല്ല, റാഷണൽ അല്ല, ഇത് ഇറാഷണൽ ആണ്. അപ്പോൾ നമുക്കിവിടെ കോൺട്രഡിക്ഷൻ തെറ്റായി. ഈ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്, നമ്മളിത് റാഷണൽ ആണെന്ന് എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു കോൺട്രഡിക്ഷൻ വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്കിവിടെ ഈ വർഷത്തെ എക്സാം ഉണ്ടല്ലോ, ഫെബ്രുവരി 2026, അതിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷം ഞാൻ ഇട്ടേക്കുന്നത്. അതിൽ എല്ലാം 1 മാർക്ക്, ഈ ചാപ്റ്ററിൽ നിന്ന് മിക്കതും ചോദിച്ചേക്കണത് 1 മാർക്ക് 2 മാർക്ക് അതേ ചോദിച്ചിട്ടുള്ളൂ. അത് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ചിലർക്ക് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഇങ്ങനത്തെ ഒരു പ്രോബ്ലം മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് സ്റ്റാൻഡേർഡിലെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ HCF ഓഫ് 2² 3³ ആൻഡ് 3² 2². ഇതിൻ്റെ HCF കണ്ടുപിടിക്കാം. HCF കണ്ടുപിടിക്കാൻ എന്തെടുക്കുക, നമ്മൾ ലോവസ്റ്റ് പവർ ഓഫ് 2 നോക്കുക. 2ൻ്റെ ലോവസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ 2². 3യുടെ ലോവസ്റ്റ് പവർ നോക്കുക. 3യുടെ ലോവസ്റ്റ് പവർ 3². അപ്പോൾ HCF എന്ന് പറയുന്നത് 2² × 3² ആയിരിക്കും. ഹയസ്റ്റ് പവർ ഓഫ് അല്ലെങ്കിൽ LCM ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, ഹയസ്റ്റ് പവർ ഓഫ് 2 എടുക്കണം. ഹയസ്റ്റ് പവർ ഓഫ് 2 എന്ന് പറയുമ്പോൾ 2³ ഹയസ്റ്റ് പവർ ഓഫ് 3 എന്ന് പറയുമ്പോൾ 3³ അതായിരിക്കും അവിടുത്തെ LCM. 2³ 3³ കൂടി വരുന്നതാണ് അവിടുത്തെ LCM. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ നോട്ട് എൻഡ് വിത്ത് 0 ഫോർ എനി നാച്ചുറൽ നമ്പർ? എന്നിൻ്റെ ഏത് നാച്ചുറൽ നമ്പറിലും 0 എൻഡ് ചെയ്യാത്തതാണ്.
ഇത് നമുക്ക് പറയാം ഉറപ്പായിട്ട് എൻഡ് ചെയ്യും, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. 10ന്റെ എത്ര പവർ എടുത്താലും ഇപ്പം എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 10⁻² വരും. 10⁻² എന്ന് പറയുന്നത് 100 ആണ്. അപ്പം ലാസ്റ്റത്തെ ഡിജിറ്റ് ends with 0 വരും. ഇത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. 3⁻n+1. അപ്പം 3 എന്നിന് 2 കൊടുത്ത് നോക്കുക. എന്നിന് 2 കൊടുക്കുമ്പോൾ എങ്ങനെ വരും? 3² + 1. 3² + 1 എന്ന് പറയുമ്പോൾ 9+1. 9+1 എന്ന് പറയുന്നത് ഏതാണ്? 10. അപ്പം അതും പറ്റൂല. അപ്പം ഈ ഓപ്ഷൻ അല്ല, ഈ ഓപ്ഷൻ അല്ല. ഈ 4n ആണ് നോക്കുക. കാരണം 4 ഇൻറ്റു നമ്മൾ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 20 കിട്ടും. എന്നിന് 5 കൊടുത്താൽ പോലെ. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യും. ലാസ്റ്റ് ഡിജിറ്റ് എൻഡ് ചെയ്യാത്തത് 4n, 6n അങ്ങനത്തെ നമ്പേഴ്സിൻ്റെയാണ്. കാരണം നമുക്കിവിടെ തീറം ഫസ്റ്റ് തീറം വെച്ച് പഠിക്കുന്നുണ്ട്. 4n നമുക്ക് 2² എന്ന് എഴുതാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 2⁻² എന്ന് എഴുതാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആരില്ല, 5 എന്ന് പറയുന്ന ഒരു ഇതില്ല. ഒന്നുകിൽ നമുക്ക് ഇതിനെ 2 × 5 എന്ന് എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ 2×5ൻ്റെയും പവേഴ്സായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തിൽ എൻഡ് ചെയ്യില്ല? 0യിൽ എൻഡ് ചെയ്യില്ല. അപ്പം ഇത് ഈ വർഷത്തെ 430/1/1 എന്നുള്ള പോർഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 7 × 11 × 13 + 5. ഇതെന്ന് പറയുന്ന പ്രൈം ആണോ, കോമ്പോസിറ്റ് ആണോ, ഓഡ് നമ്പർ ആണോ, മൾട്ടിപ്പിൾ ഓഫ് 5 ആണോ, എന്താണെന്നാണ് ചോദിച്ചത്. 7 × 11 + 13 + 5. അപ്പം ഇവിടെ ഇതിൽ ആരെയും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാനില്ല. 7 × 11 ആരും കോമൺ ഇല്ല. 13 × 5 കോമൺ ആയിട്ടൊന്നുമില്ല. സോറി കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ 7 × 11 × 13 + 5. പക്ഷേ നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിൽ തന്നെ പറയണേ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. അപ്പോൾ 7 × 11 × 13 ഇതെല്ലാം പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ്. അതിൻ്റെ കൂടെ വേറെ ഒരു പ്രൈം നമ്പറും കൂടി ആഡ് ചെയ്യണോ? അപ്പോൾ ഇതെന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. അല്ല, ഇനി കോമ്പോസിറ്റ് ആണോ പ്രൈം ആണോ എന്ന് ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 7 × 11 × 13 എന്ന് പറയുമ്പോൾ 1001 കിട്ടും. 1001ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 1006 ആണ്. 1006 എന്തായാലും കോമ്പോസിറ്റ് നമ്പർ ആണ്, കാരണം അതിൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് ഈവൻ നമ്പർ ആയതുകൊണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് ഇത് 430/5/2 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് പ്രൂവ് ദാറ്റ് √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. നമുക്കിവിടെ ബേസിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷത്തെ ബേസിക്സിലെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. √2 ഇറാഷണൽ നമ്പർ ആണ് പ്രൂവ് ചെയ്യാൻ. ഇത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ തിയറം 1.1ൻ്റെ 1.4ൻ്റെ പ്രൂഫായിട്ട് വന്നിട്ടുണ്ട്. ആദ്യമേ √2 ഇറാഷണലിന് പകരം റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് R/S എന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് A/B എന്ന് എഴുതാൻ പറ്റും. എയും ബിയും കോപ്രൈം ആണ്, അല്ലെങ്കിൽ HCF ഓഫ് A and B എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യുക? രണ്ടിടത്ത് സ്ക്വയർ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സാധാ ചെയ്യണ മാതിരി തന്നെ 2 ഡിവൈഡ്സ് A² ആണെങ്കിൽ 2 ഡിവൈഡ്സ് A ആണ്. അപ്പോൾ നമുക്ക് എയിനെ 2C ഒരു നമ്പറിനെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 2 ഡിവൈഡ്സ് A എന്ന് പറയുന്ന മാതിരി തന്നെ ഇവിടെ 2 ഡിവൈഡ്സ് Bയും കിട്ടും. അപ്പോൾ 2 കോമൺ ഫാക്ടർ ആണ് കിട്ടും. പക്ഷെ നമ്മൾ എടുത്തേക്കുന്നത് ഒറ്റ കോമൺ ഫാക്ടറും ഇല്ല എന്നാണ്. അപ്പോൾ എന്ത് പറ്റും? ഒരു കോൺട്രഡിക്ഷൻ വന്നു. കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്? നമുക്കിവിടെ അസംഷൻ ആണ്. ഇപ്പോൾ √2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ചാപ്റ്റർ 1ൽ മിക്കപ്പോഴും 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ, മെയിൻ എക്സാമിന് ചോദിക്കാറുള്ളത്. പിന്നെ റിയൽ നമ്പേഴ്സിൽ ശരിക്കും 2 തിയറി ഉള്ളൂ. ഒന്ന് കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് തെളിയിക്കുക. പിന്നെ പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ P ഡിവൈഡ്സ് A² ആണെങ്കിൽ P ഡിവൈഡ്സ് A. അത് വെച്ച് തന്നെയാണ് എല്ലാം എടുക്കുന്നത്. പിന്നെ ഉള്ളത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് LCM × HCF ആയിരിക്കും വന്നത്. പിന്നെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അത് കോമ്പോസിറ്റ് ആണോ അല്ലെന്ന് നോക്കുക. പിന്നെ ടൈമിൻ്റെ ഇത് വരുവാണെങ്കിൽ മിക്കപ്പോഴും നമുക്ക് കണ്ടുപിടിക്കുന്ന വേർഡ് പ്രോബ്ലം LCM ആണ്. ഇതിന് വേർഡ് പ്രോബ്ലം ഒന്നും എക്സാമിന് ചോദിച്ചു തന്നിട്ടില്ല. LCM ആണ് വന്നത്. അല്ലാതെ ഇത്ര ഏറ്റവും കുറവ് ഫൈൻഡ് ദ മിനിമം നമ്പർ ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCF ഉം
ഫൈൻഡ് ദ മാക്സിമം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ LCM ആണ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ മാക്സിമം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ HCF, മാക്സിമം ഹയസ്റ്റ്, അങ്ങനെ ഓർക്കുക. മാക്സിമം വന്നത് ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് വരും? HCF വരും. മിനിമം, ഫൈൻഡ് ദ മിനിമം എമൗണ്ട് എന്നൊക്കെ ചോദിച്ചു വരുവാണെങ്കിൽ LCM, കാരണം അവിടെ ഏതാണ് വന്നത്? ലീസ്റ്റ് ആണ് വന്നത്. മിനിമം എന്ന് പറയുന്നത് ലീസ്റ്റ് ആണ് വന്നത്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ഇനിയുള്ളത് ഈ 8th, 9th, 6th, 7th ഒക്കെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.